എന്നിട്ട് ചേച്ചി എന്തിയേ? ആ അവിടെ ഏതോ ഒരു പെണ്ണിനോട് കത്തി വെക്കുന്നു. ഡോക്ടർ ആ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ. വാക്സിനേഷന്റെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. മക്കളെ പോകോ. റൗണ്ട്സിനെ കണ്ടപ്പോ ഡാഡി ജോമോനെ അന്വേഷിച്ചു. പെങ്ങളെ കല്യാണത്തിൽ നിന്ന് മുങ്ങിയ കാര്യം തന്നെ. അയ്യോ ഇനി ആ വെട്ടുകത്തിട്ട് താങ്കളുടെ കെൽപ്പില്ല എടുത്തി. ഇങ്ങോട്ട് എങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ മുങ്ങിയേക്കാം. ചേച്ചി വന്ന് ഞാൻ കാറിലുണ്ടെന്ന് പറഞ്ഞേക്കാം. ഓക്കെ ബൈ. ഒരു MRI കൂടെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്താടാ ജോമോനെ ഇങ്ങനായി പോയേ? വിൻസെന്റിന്റെ മക്കളിൽ മൂന്നാമത്തതാ ഇവൻ. മൂത്തത് ലാലി, അവക്കടെ ഭർത്താവ് ചാർട്ടർഡ് അക്കൗണ്ടന്റാ, പ്രാക്ടീസാ. രണ്ടാമത്തത് ഇവളുടെ ഭർത്താവ് അൽഫോൺസ്, അറിയാലോ. ഇവന്റെ താഴെ ടെസയുടെ കല്യാണമായി ഇന്നലെ കഴിഞ്ഞ്. ചെറുക്കൻ എഞ്ചിനീയറും സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ്. ഇവൻ ഒരുത്തൻ MBA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറോടി നടക്കുക. MBA എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ MBA 5 കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങളെ ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയായിരിക്കും. എന്ത്? എന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കാർഡിയാക് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴേ 2 മേജർ ബ്ലോക്ക്, ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയണത്. വെരി ഗുഡ്. നിന്റെ ഈ ഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയാ? ഫൈനാൻഷ്യലി സൗണ്ട് ആണോ? അതെ ക്യാഷ് ഒരു വിഷയമല്ല. വെരി ഗുഡ്. അവർ ഇങ്ങോട്ട് തന്നെ റെഫർ ചെയ്തേരെ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലേ അവർ ചീപ്പ് സ്റ്റെന്റ് ഇടും. പക്ഷെ ഹാർട്ടിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? 4 ആള് കേൾക്കുമ്പോൾ ഒരു അന്തസ്സൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെന്റ് തന്നെ ഇടാം. എന്താ മതി? എന്നാ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാനുണ്ട്. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരി എടുത്ത് ഞാൻ കാറിലുണ്ടാവും. ചേച്ചിയോട് പറഞ്ഞാൽ മതി. സംഗതി അല്പം കുരുത്തം കെട്ടവനാണെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. എന്റെ പൊന്നു ഡാഡി, ഇങ്ങനെ കണ്ണിച്ചേരില്ലാത്ത കച്ചവടക്കാരനാവല്ലേ. നീ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവും ചാരിറ്റിയൊക്കെ ആയിട്ട് നടന്നോ? എന്റെ കാലത്തിന് ശേഷം ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നീ വല്ല ചാരിറ്റി ഹോസ്പിറ്റലാക്കുമെന്ന് എന്റെ പേടി. അതെ, അതന്നെയാ എന്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഇപ്പൊ ചെയ്യണ പാപങ്ങളൊക്കെ ഒന്ന് മാറിപ്പോട്ടെ. എന്താ ഡാഡി മോളും കൂടെ? ആൽഫി, ഈ ഹോസ്പിറ്റല് ഞാൻ നിന്റെ പേർക്ക് എഴുതി വെക്കാൻ പോവാ. വിൻസെന്റിന്റെ ഈ മോൻ എന്തായാലും കച്ചവടം മറന്ന് കളിക്കില്ലല്ലോ. സന്തോഷം. ഏതായാലും അമ്മായപ്പനും മരുമോനും നല്ല ചേർച്ച. മേഡ് ഫോർ ഈച്ച് അതർ. മൊത്തം 60 എണ്ണയിൽ 42 എണ്ണം സോൾഡ് ഔട്ടായി സാർ. ബാക്കി 18 എണ്ണം ഹോൾഡ് ചെയ്യാച്ചാ പിന്നീട് കൂടിയ വിലയ്ക്ക് വിൽക്കാം. ഹോൾഡ് ചെയ്തോളൂ. ശരി സാർ. ആ നേപ്പാളി പയ്യൻ ഇതുവരെ വന്നില്ലേ? ഇല്ല. എന്തേ സാർ? സിഗരറ്റ് വാങ്ങാൻ പറഞ്ഞയച്ചിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ടെക്സ്റ്റൈൽസിൽ പോയപ്പോ അവിടെ ഇല്ല, ട്രാൻസ്പോർട്ട് ഹൗസിൽ പോയപ്പോ അവിടെ ഇല്ല. പിന്നെ ഞാൻ ഫോൺ ചെയ്തൊന്ന് എടുത്തോളൂ. കോൺക്രീറ്റിന്റെ ശബ്ദം കാരണം കേട്ട് കാണില്ല രാവുണ്ണി. ഏതായാലും നീ വന്ന് നന്നായി. കേറ്. ഉന്നോട് ഞാൻ 555 സിഗരറ്റ് എന്ന് സൊന്നേ. ഏണ്ടാ കൊയിരാളാ ഇപ്പടി സാബ് വഹി ഹേ ഫറൻ കാ സിഗരറ്റ് ഹേ. 555 എന്ന് സൊന്നാ 555 വാങ്ങിയിടണം. ഈ നേപ്പാളികൾക്ക് മലയാളം അറിഞ്ഞൂടാ. നേപ്പാളികൾക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അതും ശരിയാ. പൊയ്ക്കോ. ജാവോ ജാവോ ജാവോ. ജി സാബ്. ആവോ ആവോ. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ 555. വേറെ എന്താണെങ്കിലും അതിന്റെ ഒരു സുഖം വരില്ല. ലെവൻസിന്റെ നീ എന്ന് മുതലടെ 555 ഒക്കെ കാണാൻ തുടങ്ങിയത്? പണ്ട് ആരോ വലിച്ചെറിഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് ബീഡിക്കുറ്റി ആരും കാണാതെ തെരഞ്ഞു പെറുക്കിയെടുത്ത് പൊടി തട്ടി നീയും ഞാനൊക്കെ ഷെയർ ആയിട്ട് വലിച്ച ആ പഴയ കാലം നീ പാടെ മറന്നൂല്ലേ? നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുന്നുണ്ടാ എപ്പോഴും മുറിബീടി വലിച്ച് നടക്കുന്നത്. ഇവിടെ കാശ് ഉണ്ടായാൽ അതുപോലെ ജീവിക്കാൻ പഠിക്കാം. മണി മേക്കിംഗ് ഇസ് ആൻ ആർട്ട്. എനിക്ക് ഇതിന്റെ ഈ മണി ഫിലോസഫി ഒന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോ മനസ്സിലാവേ വേണ്ട. പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാത്തവനല്ലേ ഞാൻ. നിന്റെ നിഴലായിട്ട് ഇങ്ങനെ കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞോളാം. വിൻസെന്റിനെ എടാപോടാന്ന് വിളിക്കാൻ അധികാരമുള്ള ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളൂ. ആ നീയാണോ എന്റെ നിഴല്? അത്രയ്ക്ക് വിനയം വേണ്ട. നീ ഇങ്ങനെ ഓരോന്ന് എന്റെ തലയിൽ കെട്ടി വെക്കുന്നോണ്ട് എന്റെ ഉറക്കം ഈ നഷ്ടപ്പെടുന്നിട്ടാ. കൊല്ലൂര് സ്ഥലം വിറ്റ അഡ്വാൻസാ ഈ ചാക്ക് സഞ്ചിയില്. ഇത് നിന്നൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന് രാവിലെ മുതല് ഈ കുറുക്കന്റെ കയ്യിൽ ആമേനെ കിട്ടുമ്പോൾ കെട്ടിമറിയാ ഞാൻ. നീ പിടിച്ചേ. വേദനിക്കുന്ന ബിനാമിയുടെ ആത്മസംഘർഷം. നിനക്ക് കളി ശരി. എന്റെ ഉള്ളിലാ തീയ് ഭൂമി തീ. നീ എന്തിനാ രാവുണ്ണി പേടിക്കുന്നത്? നാട്ടിൽ നടപ്പുള്ള കച്ചവടമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പാലോടനല്ലേ? അതെ. എന്താളിയാ? ആ പുഴക്കലെ പാടത്തെ 10 ഏക്കറിന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തില്ലേ? ആ കാർന്നൂര് വടിയായി. ഒറ്റ മോനുള്ളത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ സ്ഥലം വെക്കാൻ ഒരു താല്പര്യമില്ല. നാളെ കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എപ്പോഴാ ശവോടക്ക്? ഇന്ന് 3 മണിക്ക്. നമുക്കിപ്പം അളയം വണ്ടി കയറ്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ പറഞ്ഞേ? അളയം വണ്ടി കയറ്.
ദാസ പോകുന്ന വഴിക്ക് ഒരു റീത്ത് വാങ്ങണം. ഓ പുഴയ്ക്കല പ്രോജക്റ്റ് എന്റെ ഡ്രീം പ്രോജക്റ്റാ. അത് പൊയ്ക്കൂടാ. അല്ല, മരണ വീട്ടിലിപ്പോ സ്ഥലക്കച്ചവടം ചെയ്യാൻ പോവാ. അതല്ല, അനുശോചനം അറിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് മുട്ടി നോക്കാം. കച്ചവടം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫി. ആ നിൽക്കുന്നവനാണ് അമേരിക്കയിൽ നിന്ന് വന്ന മോൻ. ആ മൊട്ടത്തലേന്ന്. ഡ്രിങ്ക്സ് ഞാൻ കൊടുത്തോളാം. സാരമില്ല, മോള് വിട്ടോ. ഒരു മോളെ കൂൾ ഡ്രിങ്ക്സ് വേണ്ട. ഡ്രിങ്ക്സ് Appan was going to come to America. ഇങ്ങോട്ട് താ ഞാൻ സാർ. കൊടുത്തോളാം. അച്ചോ ഡ്രിങ്ക്സ്. താങ്ക് യു ജോസിന്. Thank you so much for coming, uncle. ഇതൊന്ന് പിടിച്ചേ. എന്തിനിത്? Bye. അച്ചായ, വിഷമിക്കരുത്. എല്ലാം ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. സാധാരണ അയൽവാസികളാണ് ഈ മരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിപ്പോ ഡേവിഡിന് അയൽക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ. Thank you, Mr. വിൻസൻ ബിസിനസ്സാണ്. വിൻസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Please come. Sit. ആ, മരിച്ചുപോയ തോമസ് ചേട്ടൻ എൻ്റെ അപ്പനെ പോലെയായിരുന്നു. അപ്പൻ്റെ പേര് തോമസ് എന്നല്ല, ജോസഫ് എന്നായിരുന്നു. അപ്പനെ പോലെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ പേര് വിളിക്കില്ലായിരുന്നു. ഓക്കെ. അപ്പനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ? ഏയ്, ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. ആ പുഴയ്ക്കൽ പാടത്തെ സ്ഥലം അപ്പനുമായി വാക്കാൽ കരാറിൽ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിരുന്നു. എത്രയായിരുന്നു അഡ്വാൻസ്? ഏയ്, ടോക്കണായിട്ട് 1 ലക്ഷം രൂപയെ കൊടുത്തിരുന്നുള്ളൂ. ബാക്കി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് എല്ലാം എഗ്രിമെന്റ് ആക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ അപ്പൻ. ഒരു മിനിറ്റ്, I'll just come. എന്താ ഇത്? ആ ചെക്ക് ആരുടെ പേരിലാണ് എഴുതണ്ടേ? ക്യാഷ് ചെക്ക് വേണോ? അയ്യോ, അതിനല്ല വന്നത്. ഇനി മിസ്റ്റർ ഡേവിഡ് ആണല്ലോ അവകാശി. അപ്പൊ എഗ്രിമെന്റ് ചെയ്യേണ്ടത് താങ്കളുമായിട്ടാണല്ലോ. അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാ. ക്യാഷ് ചെക്ക് എഴുതിയിട്ടുണ്ട്. സ്ഥലം വയ്ക്കാൻ താല്പര്യമില്ല. സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വരില്ലായിരുന്നു. അയ്യോ, മിസ്റ്റർ ഡേവിഡ് തിരക്കുള്ള ആളായതുകൊണ്ട് നാളെ തിരിച്ചു പോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി. അത്രയേ ഉള്ളൂ. സോറി, വെരി സോറി. It's all right. ഡേവിഡ്, ജസ്റ്റ് എ മിനിറ്റ്. പോര കത്തുമ്പോ വാഴ വെട്ടാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. ഞാനപ്പോഴേ പറഞ്ഞതാ. ഇനിയിപ്പോ എന്തിനാ നിക്കണേ? ഇതൊന്ന് വലിച്ച് തീർത്തോട്ടളിയ. ആ പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ജസ്റ്റ് എ മിനിറ്റ് കേട്ടില്ലേ? ആ. സ്വരം കേട്ടിട്ട് ആ പെമ്പറുന്നവരാണ് ഡേവിഡിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് വെറുതെ ഒരു തോന്നൽ. അയ്യോ, അങ്ങനെ വെറുതെ തോന്നണ്ട. അയാളെ ഞാൻ തല്ലിട്ടാഞ്ഞ് ഭാഗ്യം. ഇടയ്ക്ക് കണക്ക് പിഴക്കളിയാ. നമുക്ക് വേറെ വഴി നോക്കാം. വന്നേ. ശരി, Just a minute. കേട്ടില്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ആക്ച്വലി ആ സ്ഥലം 10 ഏക്കറല്ല, 25 ഏക്കറുണ്ട്. മൊത്തമായിട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഐ എം റെഡി. മിസ്റ്റർ ഡേവിഡ്, അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വന്നത് സത്യത്തിൽ മര്യാദകേട് തന്നെയാണ്. പക്ഷേ ബിസിനസ് ഒരു യുദ്ധം പോലെയാണ്. തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ ജീവന്റെ വിലയാ. അത് കൃത്യസമയത്ത് എടുത്തേ പറ്റൂ. രാവണി, ആ സഞ്ചയം കൊടുത്തേക്കു. 25 ഏക്കർ ഒരുമിച്ച് നമുക്ക് താങ്ങുമോ? അത് നമുക്ക് മാനേജ് ചെയ്യാം. ഇത് 50 lakhs. നാളെ രാവിലെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പം കുറച്ചുകൂടി അഡ്വാൻസ്. 4 മാസം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ. ഓക്കെ, അഗ്രീഡ്. ഇതിന്റെ റെസിപ്റ്റ് വേണ്ടേ? വേണ്ട, ഐ ട്രസ്റ്റ് യു. താങ്ക് യു. വിൻസെന്റ്, നിന്നെ ഞാൻ സമ്മതിച്ചു വിട്രാ.